അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ക്ലിനിക്കിലേക്കാണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി. സ്കിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാണ് എപ്പോഴും വാങ്ങിക്കല്. അപ്പോൾ കുറച്ച് നേരം ഡോക്ടറിനെ കാണാനൊന്ന് പോസ്റ്റായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ചെരുപ്പ് വാങ്ങിക്കാനാണ് അച്ഛന്. എൻ്റെ അച്ഛൻ്റെയും സൈസ് ഒന്നായതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കി എൻ്റെ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയത് ചേലാട് പള്ളിയിലാണ്. കോതമംഗലംകാർക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്രയും ഫേമസും വിശ്വാസമായിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ കോതമംഗലത്ത് വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും കേട്ടോ. എന്താഗ്രഹിച്ചാലും അതൊക്കെ നടന്നിട്ടുണ്ട് ഇതുവരെ എനിക്ക്. അപ്പോൾ എനിക്ക് എന്തോ അത്രയും വിശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. കുറച്ച് അധികം സാധനങ്ങൾ വരാനുണ്ടായിരുന്നു. നമ്മുടെ ചേലാട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ പിന്നെ പള്ളിയിൽ വന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും ഇവിടെയും കയറും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് സാഷയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. സാഷയ്ക്ക് 2 ലവ് ബേർഡ്സിനെ വാങ്ങിക്കാൻ എന്നുള്ളൊരു പ്ലാനിലാണ് വന്നത്. എന്താണ് ആൾക്കിത് കണ്ടു കഴിയുമ്പോൾ ഉള്ള ഇതൊന്നും അറിയില്ല. അപ്പോൾ അതെ, കുറച്ച് പൂച്ചക്കുട്ടികൾ അവിടെ കിടന്ന് നല്ല ഉറക്കം, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവൻ കിടന്ന് കുരയ്ക്കുകയാണ് കണ്ട രീതിയിൽ. അപ്പോഴും കിളീനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കിളീനെ കൊണ്ട് കാണിച്ചപ്പോൾ ഉള്ള അവസ്ഥ ഇതായിരുന്നു. കുറേ നേരം അതിനോട് അടുക്കുന്നില്ല, നോക്കി ലാസ്റ്റ് അതിൻ്റെ വാല് പിടിച്ചിട്ടൊരു കടിയും കടിച്ചു. ആളും പേടിച്ചു, കിളിയും പേടിച്ചു എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കോഫി, കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കോഫിയെ കുടിക്കുന്നത്. കോഫിയെ കുടിച്ച് സാഷേനെ കളിപ്പിച്ചിട്ട് അങ്ങനെ അവിടെ